ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നും ഒരു സ്ക്രഞ്ചീസിൻ്റെ വീഡിയോ ആണ്. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ക്രഞ്ചീസാണ്. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്കായാലും ഈ ഒരു മോഡൽ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മെഷീൻ ഇല്ലെങ്കിലും നമുക്കിത് കൈത്തുന്നലായിട്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ നെറ്റിൻ്റെ ക്ലോത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ലെങ്ത്ത് എൻ്റെ കയ്യിൽ വരുന്നത് 25-26 ആ ഒരു ലെങ്ത്തിലാണ്. ഞാൻ ഫസ്റ്റ് കാണിക്കുമ്പോൾ 25ആണ്. അത് ഫ്രണ്ടിൽ നമ്മൾ പിടിച്ചതിന് കുറച്ച് നീങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 26ആണ് കേട്ടോ എനിക്കിവിടെ കറക്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് വീതിയിൽ കിടക്കുന്ന ഒരു തുണിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു 5 ഇഞ്ച് വീതി വരുന്ന ഒരു തുണി പീസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത്തും വിഡ്ത്തും ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ട 5 ഇഞ്ചാണ് എനിക്ക് വിഡ്ത്ത് വരുന്നത്. പിന്നെ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 26 ഇഞ്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ നീളോ അതുപോലെ വീതിയോ എത്ര വേണമെങ്കിലും കൂട്ടാം. ഒരുപാട് വീതി കൂട്ടാതിരിക്കുക നല്ലത്. കാരണം ഈ ഒരു മോഡൽ വീതി വല്ലാതെ വന്നാൽ ഭംഗി ഉണ്ടാവില്ല. പരമാവധി വീതി കുറച്ച് ചെയ്യായിരിക്കും നല്ലത്. ഇത് നമ്മൾ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഈ നെറ്റ് ക്ലോത്തിന് പകരം നമുക്ക് സാറ്റിൻ്റെ ക്ലോത്തിലൊക്കെ ചെയ്താൽ ഇത് നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ നെറ്റ് ക്ലോത്ത് എടുത്തത്, പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് വേണ്ടായിരുന്നു. നെറ്റിൽ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു നെറ്റിൽ ചെയ്യുമ്പോൾ ഒരു ഭംഗിയില്ല അത് തോന്നി. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈനിങ് പോലെ ഒരു തുണിയും കൂടിയും വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഇനി നമുക്ക് ഇതിനെ ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഫുള്ളായിട്ട് നമ്മൾ കൊടുക്കാതെ കുറച്ചൊന്ന് ഒരു ലെയർ ഇതുപോലെ കുറച്ച് തെറ്റിച്ചിടുക. അതായത് 2 ലെയർ 2 സ്റ്റെപ്പായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ രീതിയിലല്ല ചെയ്യുന്നത്. നമ്മളിതാ ഈ 2 അറ്റം അതിൻ്റെ 2 അറ്റങ്ങളും കൂട്ടിയടിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആകുമ്പോഴാണ് കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ. അതിൻ്റെ അറ്റമൊന്നും കാണാൻ പറ്റില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഇപ്പോൾ നെറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് ഈ ഒരു സ്റ്റിച്ച് നമുക്ക് കാണാൻ പറ്റും. അല്ല നമ്മൾ സാറ്റിൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒട്ടും കാണില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യായിരിക്കും കുറച്ചും കൂടി ഭംഗി. ഞാൻ നേരത്തെ കാണിച്ച് തന്നതിനേക്കാളും കുറച്ചും കൂടി പെർഫെക്ഷൻ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കുറച്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് അടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാലൻസ് കുറച്ച് നീണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് നിങ്ങൾ സാറ്റിൻ ക്ലോത്തിൽ തന്നെ ചെയ്യുക. ഈ ഒരു നെറ്റിൽ ചെയ്യുമ്പോൾ അതിനൊരു ഭംഗിയില്ല. അല്ലെങ്കിൽ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ക്ലോത്ത് വെച്ച് കൊടുത്താൽ അത് കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഈ ഒരു പ്ലെയിനിൽ ചെയ്യുമ്പോൾ ഭംഗിയില്ല. ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്കതൊരു മനസ്സിലായത്. ഞാൻ നെറ്റിൻ്റെ പിന്നെ ഇതിന് മാച്ചായിട്ട് ഉള്ളിൽ കൊടുക്കാനോ തുണികളില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു നെറ്റ് ക്ലോത്ത് തന്നെ വെച്ച് ചെയ്ത് കാണിച്ചു തന്നത്. ഈ ഒരു മോഡൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും സാറ്റിൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ പ്രിൻറ്റഡ് ഒക്കെ ആയിട്ട് വരുന്ന നെറ്റ് അങ്ങനെയൊക്കെ ചെയ്തോളൂ. അപ്പോഴാണ് കുറച്ചും കൂടി ഭംഗി. അപ്പോൾ ഞാൻ അടിച്ചതിൻ്റെ ആ ഒരു അറ്റം ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. സാറ്റിൻ്റെ ക്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു തയ്ച്ച ആ ഒരു ഭാഗം നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല ആ ഒരു തയ്യൽ തുമ്പ്. ഇതിപ്പോൾ നെറ്റിൻ്റെ ക്ലോത്ത് ആയ കാരണം നമ്മൾ എത്ര അയൺ ചെയ്താലും അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇനി നല്ല ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഞാൻ ആദ്യം കാണിച്ചുല്ലോ ഒരു ഭാഗം കുറച്ച് കയറ്റിയിട്ടിട്ട് ചെയ്യുന്ന രീതി, അത് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഒരു ലെയർ കുറച്ച് താഴ്ത്തി നിൽക്കുന്ന രീതിയിൽ 2 ലെയർ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ നെറ്റിൻ്റെ ക്ലോത്ത് ആയ കാരണം തയ്യൽ തുമ്പൊക്കെ ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ ചെയ്യുന്നില്ല. ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ 2 അറ്റവും ഒരേ രീതിയിൽ വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യുക. സെൻറ്ററിൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഒരു 1/4 ഇഞ്ച് എലാസ്റ്റിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എലാസ്റ്റിക് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ കടത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് നമ്മളിതുപോലെ നീക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും ഒരേ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ അറ്റം നമ്മൾ ഒരേ ലെവലിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലത്തും അതുപോലെ തന്നെ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത്. നമുക്ക് എലാസ്റ്റിക് കടത്തി വിടാനുള്ള ആ ഒരു ഗ്യാപ്പ് നമ്മൾ അവിടെ ഇടണം. അപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയതിൻ്റെ അവിടെ എത്തുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കാം. അപ്പോഴാണ് നമുക്ക് എലാസ്റ്റിക് അതിലൂടെ കടത്തി വിടാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇടുന്നത് എല്ലായിടത്തും ഒരേ രീതിയിൽ വരണം. കാരണം ഇതൊരു നെറ്റിൻ്റെയും കൂടി ക്ലോത്ത് ആയ കാരണം എടുത്തറിയാം. സാറ്റിൻ്റെ ക്ലോത്തൊക്കെ ആണെങ്കിൽ പിന്നെയും നമ്മളിത് ഇനി എലാസ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ നിറച്ച് ചുരുക്കുകൾ വരുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. പക്ഷേ ഈ നെറ്റ് ക്ലോത്തൊക്കെ ആകുമ്പോൾ ശരിക്കും ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു 1/2 ഇഞ്ച് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനൊരു റഫിൾഡ് സ്ക്രഞ്ചീസിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിക്കോളൂ. എളുപ്പം തന്നെയാണ്. അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് വേണമെന്നുള്ളവരൊന്ന് കയറി നോക്കിക്കോളൂ. എളുപ്പമാണ് ചെയ്യാനായിട്ട്. നല്ലൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് പോർഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അവിടെ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതുപോലെ ലോക്ക് ചെയ്ത് ആ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് ലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ത്രെഡ് കട്ട് ചെയ്യാനായിട്ട്.
ഇല്ലെങ്കിൽ പിന്നെ അത് ഊരിപ്പോവും. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഇനി നമ്മുടെ ത്രെഡ് എന്തെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ എലാസ്റ്റിക്കിനെ ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ അതിന് സൂചിയിലേക്ക് കോർത്തിട്ട് ക്ലോത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കയറ്റുന്നതല്ലാതെ അതിൻ്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് അറ്റം നമ്മൾ വേണമെങ്കിൽ ഒന്ന് ക്ലോത്തിലേക്ക് നമുക്കൊന്ന് സൂചി വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ കയറ്റി പോകുന്നതിനനുസരിച്ച് ആ അറ്റം കൂടി ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ അത് പോവാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു കൈ കൊണ്ട് അതൊന്ന് പിടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയുക. നിങ്ങളുടെ കമൻറ്റാണ് നമുക്ക് ഒരുപാട് സപ്പോർട്ടായിട്ട് വരുന്നത്. കാരണം കമൻറ്റിലൂടെയാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഹെയർ ആക്സസറീസിൻ്റെയും ഒരുപാട് വെറൈറ്റി മോഡലുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കിക്കോളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മോഡലുകളാണ്. സിമ്പിളായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളും ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി നോക്കുക. ഇഷ്ടമായ ആ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതേ നമ്മൾ എലാസ്റ്റിക് ഫുള്ളായിട്ട് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ആ എലാസ്റ്റിക്കിന് രണ്ടറ്റവും കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കോർത്ത് കൊടുക്കും. ആ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുമുണ്ട് ക്ലോത്തിൻ്റെ. പക്ഷേ ആ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് ഇതിൽ കാണിക്കുന്നില്ല. നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ചുരുക്ക് നമ്മളിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അത് കാണില്ല. എങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പക്ഷേ അത് ഞാൻ ആ വീഡിയോ എടുക്കുന്നത് വിട്ടുപോയിട്ട് തന്നെ കേട്ടോ. ഇനി നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും കൂടി ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കൈകൊണ്ട് തുന്നിയെടുക്കാനും പറ്റും. അത് ഞാൻ പറഞ്ഞത് മെഷീൻ ഇല്ലെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി നമുക്ക് ആ ഒരു എലാസ്റ്റിക്കിനെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വലിച്ച് ഒക്കെ റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യാത്തൊരു ഭാഗം നമ്മളവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈനൊന്ന് കംപ്ലീറ്റ് ആക്കി കൊടുത്താൽ മാത്രം മതി. എലാസ്റ്റിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യാതെ അതിൻ്റെ അറ്റത്ത് മാത്രം. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു 2 ലെയറിനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ മോഡലുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.